Experience. റൊണാൾഡോ എവിടെ പോയണ്ടാ? ഞാൻ കടയിൽ പോയി. നീ ഇതെവിടെ എന്നെ കാണാനില്ലല്ലേ? അണ്ണാ ഞാൻ നോക്കണം, ഇപ്പൊ താരത്തെ രവിയന്റെ വണ്ടിയാണ് ഞാൻ ഇപ്പൊ ഓടണത്. മറ്റേ ട്രാവൽസ്. ആ അത് തന്നെ അത് തന്നെ. ഉമ്മാലപ്പ നീ ഇപ്പൊ കടയിലോട്ടൊന്നും വരാത്തില്ലേ? കൊറേ ദിവസമായി കണ്ടിട്ട്. ഓട്ടം ഒക്കെ പോണ് ഉണ്ടല്ലേ? ഓ നന്നായിരിക്കട്ടെ. സുഖം ഓ ദിവസമായി കണ്ടിട്ട്. ഓ ഇപ്പൊ വർഷം വല്ലപ്പോഴും തുറക്കും, വീട്ടിട്ടല്ലേ കൂടുതൽ പണിയാണ്. അണ്ണാ നിങ്ങൾ എന്താ മൂന്നാർ പോവാഞ്ഞേ? മൂന്നാറ്? ഞാൻ എന്തിനു മൂന്നാർ കാണും? ഒരുപാട് പോയിട്ടുള്ളത്. നിങ്ങളെ മച്ചം പേരെ മൂന്നാർ വെച്ച് കണ്ടിട്ട് നിങ്ങൾ ആ കൂട്ടത്തിൽ കണ്ടില്ലല്ലോ. എന്റെ പച്ചം പേര് മൂന്നാറാ. നിനക്ക് ആള് മാറിയതായിരിക്കും. എന്റെ പൊന്നണ്ണ ക്ലീറ്റസ് ചേട്ടനെ കനക സാറിനെ എനിക്ക് കണ്ടറിഞ്ഞൂടി. അവര് മൂന്നാർ ഉണ്ടായിരുന്നില്ല. മൂന്നാറ് നീ അവരെ കണ്ടോ? അണ്ണാ കണ്ടണ്ണ. അണ്ണാ ഇന്നലെ വട്ടവട ഒരു ഓട്ടം വീട്ടിൽ തിരിച്ചു വന്നപ്പം മൂന്നാർ തട്ടുകളെ വണ്ടി വെച്ച് അവര് ചായയും മടയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടില്ലേ? നിങ്ങളെ കണ്ടില്ല? എന്ത് വരാത്തവരോട്? അല്ല അവര് നിന്നെ കണ്ടോ? അവരെന്നെ കണ്ടില്ല അണ്ണാ. ഗസ്റ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നിർത്തി സംസാരിക്കാനും പറ്റില്ല. എടാ നീ കണ്ടത് അവരെ തന്നെയാണോ? ഉറപ്പാണോ? എന്റെ പൊന്നണ്ണ എനിക്ക് അറിഞ്ഞൂടി അവരെ. ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയത് അവരെ. എന്തെണ്ണ? ഒന്നുമില്ല. അത് അണ്ണാ ഓട്ടം വല്ല ഉണ്ടെങ്കിൽ പറയണം. മറ്റേ ഇന്നോവയ്ക്കാണ് ഞാൻ ഓടുന്നത്. ഒരു ഓട്ടം പോവാൻ സാധ്യതയുണ്ട്. നമ്പർ ഉണ്ടോ എന്റെ പഴയ നമ്പർ തന്നെയല്ലേ? ആദ്യം തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ ശരിടാ. അല്ല കണ്ട വലിയ ഉപകാരമായി. ശരി. മൂന്നാർ ചന്ദ്രബിംബം ചിലേറ്റും പുള്ളിമാനേ കണ്ണിനിന്റെ കൊമ്പ് കൊണ്ട് തൈരില്ല, ബാക്കിയിട്ട് അതെ. ക്ലീറ്റ മച്ചമ്പി എവിടെ പോയതാ? ഊഹിക്കാവോ? നിങ്ങളുടെ ഊഹം പറ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഊഹം പറയാൻ. ഊഹിക്കുന്നത് എന്റെ വീട്ടിൽ എവിടെ പോയി എനിക്ക് അറിഞ്ഞൂടെ? എവിടെ പോയി? മലയാറ്റൂര് പോയി. മലയാറ്റൂർ എന്തൊരു പരിപാടി? പള്ളിയില് ആക്രാന്ത് സാറിന് എന്തോ നേർച്ചയുണ്ടെന്നോ. ആക്രാന്ത് സാർ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോർക്കാണെങ്കിൽ ക്ലീറ്റോനെ കാണാതെ വയ്യ. ക്ലീറ്റോയും കൂടി വന്നാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നിപ്പിനെ പോയിട്ടുണ്ട്. മലയാറ്റൂർ പോയപ്പോൾ നിങ്ങളോട് കൊണ്ടുപോയെന്തായിരുന്നു? പിന്നെ പാർട്ടിക്കാരൊക്കെ വരണ നേരത്ത് ഞങ്ങളോട് അടുത്ത വർഷം പോവാന്ന് പറഞ്ഞു. എവിടെ? മലയാറ്റൂര്. മലയാറ്റൂർ ചെന്നിട്ട് വിളിച്ചായിരുന്നു? പിന്നെ അല്ല സെൽഫി വല്ലതും എടുത്തു തന്നു? പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നോ? പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോണല്ലേടാ. എന്തിനിപ്പോ മലയാറ്റൂർ ഞാൻ കാണാത്ത സ്ഥലമാണ്. എനിക്ക് സെൽഫി എടുത്ത് അയച്ചേരെ. അല്ല അതല്ല, ഇപ്പൊ അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലോ, എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട്. ക്ലീറ്റോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇല്ല. പക്ഷേ പാർലമെന്റിന്റെ ഫ്രണ്ടിൽ പോയി 100 പ്രാവശ്യം എന്തോ മത്സരത്തിന് ദേശീയ തലത്തിൽ എന്തോ ഇതിന് പോയപ്പോൾ എടുത്തു തന്നായിരുന്നു. അതുപോലെ അല്ലല്ലോ പള്ളിയില്. മലയാറ്റൂർ തന്നെ പോയതാ? പ്രശ്നം നിനക്ക് ക്ലീറ്റോനെ കാണണോ? ഏയ് അല്ല. പിന്നെന്താ? മലയാറ്റൂർ തന്നെ പോയതാ. അതേനേ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി പാട്. ശിവരാത്രി കാണിക്കാം. ഞാൻ അതിന് മുമ്പ് മേളത്തെ പള്ളി ഒരു വഴിപാട് നടത്തിട്ട് ദാ വരുന്നു. അവിടുത്തെ തിരുമേനി കൊണ്ടുവരാം. മലയാറ്റൂർ പള്ളിയില് പെരുന്നാള് കൂടണം. കൊറേ നേരമായി ഞാനിങ്ങനെ വായി തുറന്ന് നിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു? എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. പണി കിട്ടി. അതാ കനമച്ചമ്പി എവിടെ പോയെന്നാ പറഞ്ഞത്? പറയാൻ മനസ്സില്ല. ഹലോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പുതുപ്പള്ളി പോയിന്ന്. കനമച്ചമ്പി പുതുപ്പള്ളി പോയി. ക്ലീറ്റോ മച്ചമ്പി മലയാറ്റൂര് പുതുപ്പള്ളി. എന്ത് കാര്യം? കേസന്വേഷണോ അതോ സുഹൃത്തുക്കളോടോ? അച്ഛൻ എന്തിനാ ഇങ്ങനെ ഈ CBI ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ? CBIയുടെ ജോലി ഇന്ന് പോലെ ഞാൻ ഏറ്റെടുത്തു. ഈ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, എന്റെ കുഞ്ഞു പെങ്ങന്മാർക്ക് വേണ്ടി. ഒരു പ്രതിനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. അയാൾ അവിടെ എങ്ങാണ്ടാണ് ഒളിച്ചിരിക്കുന്നതാണ് ഇവർക്ക് വിവരം കിട്ടിയത്. ഇനി എത്ര ദിവസം കഴിഞ്ഞാലും അയാളെ പിടിച്ചോണ്ടേ വരത്തുള്ളൂ എന്നാ പറഞ്ഞത്. എത്ര ദിവസം? പോയിന്റ്. എത്ര ദിവസം കഴിഞ്ഞാലും പുള്ളിയെ കൊണ്ടേ വരത്തുള്ളൂ. ഉറപ്പാണ്? ആണേ കിളിപ്പെണ്ണേ. തികച്ചും വ്യക്തിപരമായ ഒരാങ്ങളയുടെ ചോദ്യം. അങ്ങനെ കണ്ടാൽ മതി. കനമച്ചമ്പി ഇത്രയും നാളത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ലില്ലിപ്പെണ്ണെടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഏട്ടൻ കള്ളത്തിലൊക്കെ പറയുമായിരിക്കും, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. ലില്ലിയോട് പറഞ്ഞിട്ടില്ല? കാര്യം പറ അച്ഛാ. പക്ഷെ മച്ചമ്പിക്ക് അങ്ങനെയുള്ള പരിപാടി. അതെ. ഹലോ. എന്നാൽ കനമച്ചമ്പി ലില്ലിപ്പെണ്ണെ ചതിച്ചു. കനകമച്ചമ്പി മാത്രമല്ല, താഴത്തെ പൊന്നങ്ങളെ ക്ലീറ്റോ മച്ചമ്പി ലില്ലിപ്പെണ്ണെ ചതിച്ചു. എങ്ങനെ? നമ്മളെ ചതിച്ചു, വീട്ടുകാരെ ചതിച്ചു. ഈ വീടിന്റെ ഓരോ മണത്തരികളെയും ഈ 2 മച്ചമ്പിമാരും ചതിച്ചു, എന്നെ ഉൾപ്പെടെ.
എന്താന്ന് വെച്ചാ കാര്യം തെളിച്ച് പറ. കാര്യം പറയാം. അത് ലില്ലിപ്പെണ്ണോട് മാത്രമല്ല, താഴെ ഒരു മാലാക ഉണ്ടല്ലോ, ആ മാലാകയുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ 2 ഭർത്താക്കന്മാരുടെ മുഖപടം ഞാൻ അടിച്ചു. അവിടെ നിൽക്കുന്നത് ഇവിടെ വെക്കട്ടെ. കച്ചോ കത്തിയൊക്കെ വേണ്ടി വരും. എന്തുവാണ് ചാച്ചാ എന്തോരം പണി കിടക്കണമെന്നറിയോ? പണിയാ മോളെ, ഇതെല്ലാം പണികളാണ്. നമ്മൾ പണി ചെയ്യുന്നവർക്ക് കിട്ടുന്ന പണി നമ്മൾ അറിയണല്ലോ. ചേച്ചി ഇങ്ങോട്ട് വാ, എന്തോ പറയാനുണ്ടെന്ന്. എന്താ അവനെന്തോ വഴിപാട് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു? വഴിപാട് പോലാണ്, വരൂ. എന്നാ ഞാൻ ഇവിടെ ഉണ്ടായ ഇത്തരം ഗുണങ്ങൾ ഉണ്ടാണെന്ന് തിരുമേനിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. വീട്ടിൽ ഇവിടെയാണ് കിട്ടിയത്. ഞാനാണ് തിരുമേനി, നിങ്ങൾ രണ്ടുപേരും ശാന്തിക്കാര്. അതെ, ക്ലീറ്റമച്ചമ്പി എവിടെ പോയെന്നാ പറഞ്ഞത്? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. മലയാറ്റൂര്. കനമച്ചമ്പി പറയത്തില്ല. പറയൂ, എന്നാലും പറയൂ. ഒരു കേസ് അന്വേഷണമാണെന്ന് വെച്ചോ, പറയൂ എവിടെ പോയത്? അത് തന്നെ കേസ് അന്വേഷിക്കാൻ വേണ്ടിട്ട് പോയതാ. പ്രതിനെ പിടിക്കാൻ. പ്രതിയെ കിട്ടിയിട്ടേ വരത്തുള്ളൂ. ഉറപ്പാണല്ലോ? രണ്ടുപേരും അവിടെ തന്നെയാണ് പോയേക്കുന്നത്. നീ എഴുന്നേറ്റ് പോയിക്കാടാ. എന്തോ നുണാച്ചി പഠിച്ചോണ്ട് വന്നേക്കുവാ. നുണ തന്നെ പറയാൻ പോണേ. പക്ഷെ ആ നുണ ഞാനല്ല പറഞ്ഞേക്കുന്നേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്. നിങ്ങളെന്താ പറഞ്ഞേ? എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഭാര്യ നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അവരെ കളത്തിന് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കള്ളും കുടിച്ച് ലാവിഷ് കിടക്കുവാണ്. സത്യല്ലേ? നിങ്ങളുടെ ഭർത്താക്കന്മാരെ അങ്ങനെ നടക്കുന്നേ അറിയാവോ? തോന്നിയ ദിവസം പറയരുത്, പള്ളി പോയ മനുഷ്യനെ പറ്റി. ഇത് ഇതേപോലെ കൈ ചൂണ്ടി ക്ലീറ്റസ് മത്തായി വരുമ്പോ ചോദിക്കണം. ഞാൻ പോണു. പോയിക്കോ, ഇതൂടെ കേട്ടോ പോയിക്കോ. നാക്ക് തളർന്നു പോകുന്നില്ല. പുതുപ്പള്ളി പോയ കനകം മച്ചമ്പിയും മലയാറ്റു പോയ ക്ലീറ്റസ് മച്ചമ്പിയും കൂടെ മൂന്നാറ് നിൽക്കുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ കണ്ടു. എവിടെ? മൂന്നാറ് തണുപ്പത്ത് ഉല്ലാസത്തിനായിട്ട് പോയി അവിടെ എൻജോയ് ചെയ്യുന്നു. ഒരു സാധ്യതയില്ല. ഇതേ വർത്തമാനം ഈ കാര്യം എന്നോട് പറഞ്ഞ എന്റെ കൂട്ടുകാരനോട് ഞാൻ തർക്കിച്ചു. ആണേ എന്റെ അച്ചാച്ചൻ ഞാൻ കേട്ടതാണ് ഏട്ടാ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. പ്രതി അവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത്, നമുക്ക് അവിടെ പോയി പിടിക്കണമെന്നൊക്കെ. എന്റെ കൂട്ടുകാരൻ വട്ടവടെ പോയിട്ട് തിരിച്ചു വരുമ്പോ മൂന്നാർ ഒരു തട്ടുകടയുടെ ഫ്രണ്ട് ചെയ്ത ഒരു വട കഴിക്കുന്നു. അയാൾക്ക് തോന്നിയതാണെങ്കിലോ? അവർക്ക് അങ്ങനെ അറിയാവുന്നു. മച്ചമ്പി ഒരുപാട് കാര്യത്തിനായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് ചെന്നയാ. സത്യം, അവര് രണ്ടുപേരും മൂന്നാറുണ്ട്. അവരവിടെ എന്തോ എൻജോയ്മെന്റ് പരിപാടിയായിട്ട് നിൽക്കുക. ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമല്ല, ഒരു കാര്യം ചെയ്യേ, മച്ചമ്പി വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യ്. വീഡിയോ കോളി വരത്തില്ല, ചെയ്യ്. ചേച്ചി ഒന്ന് വിളിച്ചേ, വിളിച്ചു നോക്കാലോ. അറിയാമല്ലോ എത്ര വിളിച്ചു നോക്കട്ടെ. എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭർത്താവ്. വിളി. ഭർത്താക്കന്മാരുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കുന്ന ഭാര്യമാരെടുക്കുന്ന തീരുമാനം എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണണം. എന്ത് പറയുന്നു? ഇതെനിക്ക് അങ്ങനെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഇത് റേഞ്ച് ഇല്ലാത്തപ്പോഴല്ലേ ഇങ്ങനെ കാണിക്കുന്നത്? ഏട്ടനൊന്ന് വിളിച്ചേ. ഏട്ടനെ വിളി. ഒരാൾക്ക് റേഞ്ച് ഇല്ലെങ്കിൽ ഒരാൾക്ക് കാണുമല്ലോ. എന്താ പറയാ? ഔട്ട് ഓഫ് കവറേജ്. മൂന്നാറിന്റെ ചില ഏരിയകളിൽ റേഞ്ച് കുറവാണ്. ഇനി ആ റേഞ്ച് പോയതാണോ പോയി തണുപ്പത്ത് അടിച്ച് അവരുടെ റേഞ്ച് പോയതാണെന്ന് അറിയത്തില്ല. വൻ ചതി രണ്ടുപേരോട് ഒരുമിച്ച് നിങ്ങളെ മറച്ചു വെച്ചു. എന്തിന് നമ്മളോട് പറയാതൊക്കെ അങ്ങനെ പോകുന്നറിയത്തില്ല, പക്ഷെ പോയി കഴിഞ്ഞു. ഈ അറിഞ്ഞ കാര്യം സത്യമാണോ? സത്യം ആണേ. മൂന്നാറിലെ മൂവന്തിൽ മുത്താരമായി പറയണ്ടടി. എങ്ങനെയുണ്ടായിരുന്നു? മല കയറിയാ? മല കയറിയിട്ടേ കാലിലെ മസിലൊക്കെ പിടിച്ച് ആ അതാണ്, കാണുമ്പോ തന്നെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലേ നീ ഉഷാറാവും. വെള്ളത്തിൽ കുളിക്കുക, അതാ നല്ലത്. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. എവിടെ എന്റെ തങ്കം? എന്റെ പൊന്നെ, ചേച്ചി രാവിലെ തൊട്ട് നോക്കിയിരിക്കുക ക്ലീറ്റോ ചേട്ടന്. ആ ചെല്ല്. തങ്കം, ഓ വേദന. തങ്കം, അയ്യോ തങ്കം. അവിടെ ഉള്ളു, ഒന്നും കൂടി ആവി കയറട്ടെ.
ഇതോർത്തൊന്നവിടെ എടുക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വെള്ളത്തിലുള്ള ഒരു കുളിയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ക്ഷീണിച്ചു പോയ പോലെ തോന്നണു. അപ്പം അത് ഈ ചെറിയ വെയിലുണ്ടായല്ലോ അപ്പോൾ മലയെല്ലാം കേറിയില്ലേ? അയ്യോ 14 സ്ഥലം കേറിയില്ലേ? പിന്നെ എന്ത് ഞാൻ പറയില്ലേ, ഭയങ്കര ഒരു അനുഗ്രഹമാണ് അത് കേട്ടാ. ആക്രാന്ത് സാറിന് ഇങ്ങനെ ഒരു നേർച്ച അവിടെ മലയാറ്റൂർ പള്ളിയിൽ പോകണമെന്ന് സാറ് എങ്ങനെ കേറി? മനസ്സിൽ നേർച്ച ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും അറിയില്ലല്ലോ. കർത്താവ് തന്നെ നമ്മൾ വലിച്ചു കയറ്റി. ഞാനൊന്നും അറിയില്ല, ഞാൻ മനസ്സിലിങ്ങനെ കർത്താവേന്നൊരു വിളി വിളിച്ചിട്ട് അങ്ങ് കയറി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം ആക്രാന്ത് സാറും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പായിരുന്നു. മലയാറ്റൂരോ? തണുപ്പുണ്ട് ഇപ്പോൾ ഒരു നല്ല തണുപ്പും കാലാവസ്ഥയും കൊള്ളാം. നല്ല ആക്രാന്ത് സാറ് ഇനി അടുത്ത ഭീമാപള്ളിയിൽ ഒരു നേർച്ചയുണ്ട്. പുള്ളി എല്ലായിടത്തും വിശ്വാസമാണ്. ഇനി അവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പ്രാർത്ഥന പുസ്തകം മേടിക്കായിരുന്നില്ലേ അവിടുന്ന്? അപ്പം ഇതിനിടയ്ക്ക് മേടിച്ചില്ല അല്ലേ? കൊന്തയൊന്നും അതൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വില. അത് പിന്നെ നമുക്ക് മേടിക്കാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വേണമെങ്കിലും പോവാമല്ലോ. എന്നാലും എന്തെങ്കിലും നേർച്ച അരി വറുത്തതൊക്കെ കിട്ടണമല്ലോ. അതെ, പക്ഷെ എന്തോ തിരക്കിൻ്റെ ഇടയിൽ അതങ്ങ് ഇതായിപ്പോയി. ഒന്നാലും കഷ്ടം. അവിടുത്തെ വെള്ളമോ വെളിച്ചെണ്ണ എന്തെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു. ഒരു സാധനമുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഞാൻ മേടിച്ചത് വേണ്ട. ഇതെന്താ? തേയില. മലയാറ്റൂരുന്നോ? മലയാറ്റൂര് ഈ പള്ളിയുടെ അവിടെ വാതുക്കൽ അവിടെ ഒരു അച്ചായനുണ്ട്, ജോണച്ചായൻ എന്ന് പറഞ്ഞിട്ടൊരു കട ഇങ്ങനെ. പുള്ളിക്ക് വാഗമണ്ണിൽ കുറച്ച് തേയിലയുണ്ടേ. അപ്പോൾ പുള്ളിയുടെ അവിടുത്തെ തേയില ഇതാണ്, ഒറിജിനൽ ഫ്രഷാണ്. ഞങ്ങൾ അവിടെ ചായ ഉണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നാവിന്ന് രുചി പോണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചത് തേയില അപ്പം നമ്മുടെ സ്വന്തം തോട്ടത്തിലെ ആണെന്ന് പറഞ്ഞു. എടുക്കട്ടെ, ഒന്നിനൊന്ന് ഫ്രീ. പിന്നെ പൈസ നോക്കിയില്ല, മേടിച്ച് എല്ലാവരും മേടിച്ച്. എന്തായാലും നന്നായി. ചായപ്പൊടി തീരാറായിരിക്കും. നല്ല നമുക്ക് ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഇനി മാറ്റണം. ഇനി ഇത് ഇനി മുതൽ ഇതിടാം. എന്തായാലും പള്ളിയിലെ നേർച്ച കിട്ടിയില്ലെങ്കിൽ എന്താ, ചായപ്പൊടി കിട്ടിയില്ലേ? പക്ഷെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും. അത് മതി. എടുക്ക്. വന്നാ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുവായിരുന്നു അറിയാ? അയ്യോ ഒന്നും പറയണ്ട. പ്രതിനെ കിട്ടിയാ? പിന്നെ കിട്ടാതെ ഇവരൊക്കെ നമ്മുടെ അടുത്താണ് കളി. ഞാൻ വിചാരിച്ചു 2-3 ദിവസം കൂടി എടുക്കുമായിരിക്കും. കേട്ടില്ലാഞ്ഞോണ്ട് എന്തൊരു ബോറടിയായിരുന്നു. എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. വരുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വാ കഴിക്കാം. കഴിക്കായിരുന്നു വേണ്ട, എനിക്ക് ബാത്റൂം വരെ ഒന്ന് പോണായിരുന്നു. ബാത്റൂമിൽ പോണ. അതിന് ഹെൽമെറ്റ് വേണ്ട അവിടെ പോണു. ഹെൽമെറ്റ് വെച്ചില്ല. ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി, ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിന് താളം നൽകി. എന്തോടേ? വെറുതെ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. നീ എന്നെ കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ആങ്ങളെന്നെ കാണുന്നോണ്ട് എന്താ കുഴപ്പം? കുഴപ്പമില്ല, കണ്ടല്ലോ. പോയിക്കോ. വന്നേ ചോദിക്കട്ടെ. നിനക്ക് ജോലി എന്തിനാ അടുക്കളയില്? എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു. എനിക്ക് കുറച്ച് ജോലി ഉണ്ട് ഇവിടെ. ഞാനറിഞ്ഞു. പുൽപ്പള്ളിയിലൊക്കെ അടി സത്യം പറഞ്ഞേ ഭയ ചാടി അവിടെ പോന്ന് ഒരു മനുഷ്യൻ വിചാരിച്ചില്ല. നമ്മളവനെ മണിച്ചത്തായിട്ട് പൂട്ടിയല്ലോ. ഇനി അവരെ ജന്മത്ത് ഈ മയക്കുമരുന്ന് തേങ്ങായിട്ട് കിടക്കൂല. ഇനി ജയിലിടിച്ചാലേ വെളിവല്ല. ആ പരുവത്തിനാണ് ബ്ലോക്ക് നമ്മള് ബ്ലോക്ക് ചെയ്യും. പിന്നല്ലേ കനകം പോലീസ് അതാരാ? പക്ഷെ ഞാൻ അറിഞ്ഞു. പത്രത്തിൽ വന്നില്ലല്ലോ. ഒന്നേ ഞാൻ അറിയണ്ട. എടാ കള്ളാ, കൊച്ചു കള്ളാ. എന്തിന്? 6 6 6 7 പോട 3 3 6. എടാ എടാ എടാ
നീയും ക്ലീറ്റോയും കൂടിയേ മൂന്നാർ പോയത് ഞാൻ അറിഞ്ഞു. നീയും ക്ലീറ്റോയും. ഞാൻ പുൽപ്പള്ളിയിലാ പോയത്. ഇതും മിറ്റ കേൾക്കുമ്പോഴാണ് എനിക്ക് ഡ്യൂട്ടിക്കാരായിട്ട് പോണ്ടേ? കൂട്ടിക്കാര്യം ഒന്നുമല്ല. നീ ആ മൂന്നാർ തന്നെയാ പോയത്. ആ മനുഷ്യൻ എന്നോട് എല്ലാം പറയുമെന്ന് നിനക്കറിയാലോ. അതിനങ്ങനെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അറിഞ്ഞു. ദൈവത്തെ ഓർത്ത് ലില്ലി അറിയല്ലേ, കഴുത്ത് വേറെ കിടക്കും. പാവം വെറുതെ നോക്കിയുള്ളൂ ഞാൻ. അപ്പൊ തന്നെ പറഞ്ഞടാ, എന്നോട് പറയാണ്, ഞാൻ അവനെ കൊണ്ടുപോയി അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തു, അവന് റൂം എടുത്തു കൊടുത്തു, അവൻ്റെ സർവത്ര ചെലവ് ഞാൻ നോക്കി, ഞാൻ മൂന്നാർ മൊത്തം അവനെ കറക്കി എന്നൊക്കെ പറഞ്ഞു. ക്ലീറ്റോ ആരെ കൊണ്ട് കറക്കി? ആർക്ക് റൂം എടുത്തു കൊടുത്ത്? നിനക്ക്. എനിക്ക് എന്തോ നീ വിശ്വസിച്ചു? എന്താ വിശ്വസിക്കണ്ടേ? പിന്നെ ക്ലീറ്റോ നോണ പറയൂ? അവ പറഞ്ഞ മൊത്തം നുണയല്ലേ? എന്ത് നോണ? ക്ലീറ്റോന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായി, നിന്നെ കൊണ്ട് ഒരു ചായക്കാശ് പോലും മുടക്കിച്ചില്ല എന്ന് പറഞ്ഞു. എടി കഴുത, നീ അല്ല ആരെങ്കിലും വിശ്വസിക്കൂടി? ഇത് എല്ലാവരും വിശ്വസിക്കും. എന്താ ക്ലീറ്റോന്റെ ഒരു ദിവസം ചെലവാക്കാൻ അവര് പറ്റില്ലേ? പുല്ലിരിക്കണം അവന്റെ കയ്യില്. പിന്നെ ക്ലീറ്റോന്റെ കയ്യിൽ പൈസ മണ്ണാങ്കട്ട ഇരിക്കണം കാണിച്ചല്ലോ. അയ്യേ. എടാ, ചെയ്ത കാര്യങ്ങളും ചെയ്തെന്ന് പറ. അവന്റെ മണ്ണാങ്കട്ടിരിക്കണം ആ, ഒരു മണ്ണാങ്കട്ട വായി നോക്കി ഒരു രഹസ്യം പോലും സൂക്ഷിക്കാറത്. അനാവശ്യം പറയരുത്, അനാവശ്യം പറയരുത്. ക്ലീറ്റോ ചെയ്ത കാര്യങ്ങൾ നീ അവൻ എന്ത് ചെയ്തത്? അവൻ എന്ത് ചെയ്ത്? എല്ലാ എടി, പൈസ മൊത്തം ചെലവാക്കി ഞാൻ. നിനക്കറിയാലോ? ഉണ്ട്. ഉണ്ട്. ആ. നിനക്ക് കാണണോ? ആ, നിനക്ക് കാണണോ? നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ നിനക്ക്? ആ, ഇല്ല, ഒരു അവനെ കൊണ്ട് പറയിപ്പിക്കണേ. ആ, അവനെ കൊണ്ട് പറയിപ്പിക്കണേ. ആ, അയ്യോ. അത് കൊള്ളാലോ. ആ, അത് കൊള്ളാലോ. ക്ലീറ്റോ, വിളിക്ക്. ക്ലീറ്റോ. ഇറങ്ങി വന്നെടാ. എടാ, ഇറങ്ങി വാ പെട്ടെന്ന്. മൂന്നാർ പോയപ്പോ നിന്റെ സകല ചെലവ് നോക്കിയാരടാ? മൂന്നാർ പോയപ്പോ നിന്റെ സകല ചെലവ് നോക്കിയാരാൻ? എടാ, ഇവിടെ നിന്ന് മൂന്നാർ വരെയും മൂന്നാറിന്ന് ഇവിടെ വരെയും ചായ മുതൽ വണ്ടിക്കൂലി വരെ ചെലവാക്കിയാരടാ? എടാ, അതിന് ആരടാ മൂന്നാർ പോയത്? ഞാൻ മൂന്നാറും നാലാറൊന്നും പോയില്ല. ഞാൻ മലയാറ്റൂർ പോയി, നീ പുതുപ്പള്ളിയിലല്ലേ പോയത്. പിന്നെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് മൂന്നാർ പോണത്? നീ ഇതൊന്നും പറഞ്ഞിട്ട് ചായപ്പൊടി വേണം പറഞ്ഞപ്പോ അതും കൂടി പഠിച്ചതുകൊണ്ടാണ് ഞാൻ. എന്നിട്ടാണ് നീ എവിടെടുത്ത് പറഞ്ഞത് എന്റെ സകല ചെലവ് നീയാണ് നോക്കിയത്? ഞാൻ എവളോട് ഒന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലടാ? എപ്പ പറഞ്ഞെടി? ഞാൻ പറഞ്ഞെടി, ഞാൻ മലയാറ്റൂർ പോയല്ലോ. നീ അവിടെ പറ, ബാക്കിയും കൂടെ പറ, കേക്കട്ടെ. പെണ്ണുങ്ങളെ, ഇനി ഞാൻ ഒരു സത്യം പറയട്ടാ. ഈ പറയണതാണ് ശരിക്കും സത്യം. മൂന്നാറ് പോവാന്ന് പറഞ്ഞ് ഇവ എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ പൈസ നോക്കണ്ട, നിന്റെ ഫുൾ ചിലവ് ഞാൻ നോക്കണം, നീ എൻ്റെ കൂടെ വാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് കുടുംബസമേതം പോകുന്നു. അപ്പോൾ ഇവൻ പറയാണ്, കുടുംബത്തിനെ കൊണ്ടുപോയി നമ്മുടെ എൻജോയിന് നടക്കില്ല, അത് ചളമാവുന്നു. ഞാൻ പറയടാ, എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം. അത് വേണ്ട, പറഞ്ഞ അവളുമാർ കൂടെ വരാൻ നിൽക്കുന്നു. ഇവനാണ് എന്നെ നിർബന്ധിച്ച് മൂന്നാറ് കൊണ്ട്. ഞാൻ നിരപരാധിയാണ്, സത്യം.